ഈ ലോകത്ത് എല്ലാവർക്കും ഡൗൺ സിൻഡ്രോം ഉണ്ടായിരുന്നു. സ്വന്തം ഷൂലേസുകൾ കെട്ടാൻ പോലും ആർക്കും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അതിലൊരാൾ മാത്രം വേറിട്ട് നിന്നു. അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവനിലെ വ്യത്യസ്തത അമ്മയുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ നിന്ന് തന്നെ പ്രകടമായിരുന്നു. എന്തിന്? ജനാലയിലൂടെയായിരുന്നു തന്നെ എല്ലാവരും നോക്കി കണ്ടിരുന്നത്. അവൻ വളരും തോറും ആളുകളുടെ എണ്ണവും വർദ്ധിച്ചു. കിൻഡർ ഗാർഡനിൽ എത്തിയപ്പോൾ എല്ലാവരുടെയും ലേസുകൾ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്നത് അവൻ കണ്ടു. അധ്യാപകർക്ക് പോലും അത് അഴിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൻ എളുപ്പത്തിൽ എല്ലാ കെട്ടുകളും അഴിച്ചു. 5ാം പിറന്നാളിന്റെ അന്ന് തനിക്ക് സമ്മാനമായി കിട്ടിയ ലെതർ ഷൂ പോലും കണ്ണുകെട്ടി ടൈ ചെയ്യുന്നത് കണ്ടപ്പോൾ എല്ലാവരും അമ്പരന്നു. തുടർന്നുള്ള എല്ലാ ദിവസവും ലേസ് കെട്ടാൻ കുട്ടികൾ അവന്റെ മുന്നിൽ ക്യൂ നിന്നു. ഒരിക്കൽ മാതാപിതാക്കൾ അവനെ ഒരു ബോക്സിംഗ് മത്സരം കാണാൻ കൊണ്ടുപോയി. അടിയുണ്ടാക്കുന്നതിന് പകരം ഇവർ എന്തിനാണ് കെട്ടിപ്പിടിക്കുന്നതെന്ന ചിന്ത അവനെ ആശയക്കുഴപ്പത്തിലാഴ്ത്തി. തുടർന്ന് തന്റെ ഊഴം വന്നപ്പോൾ എതിരാളി വലിയവനും ശക്തനുമായിരുന്നെങ്കിൽ കൂടിയും ബെൽ മുഴങ്ങിയതും കുട്ടിയുടെ ഒറ്റയടിയിൽ അവൻ നിലത്തേക്ക് വീണു. സ്റ്റേഡിയം മുഴുവൻ നിശബ്ദതയിലായിരുന്നു. ഉടനടി മെഡിക്കൽ സ്റ്റാഫ് വന്ന് കുട്ടിയെയും എടുത്തോണ്ടുപോയി. മെഡിക്കൽ പരിശോധനയിൽ അവനൊരു ക്രോമസോം കുറവാണെന്ന് കണ്ടെത്തി. ആളുകൾ അവന്റെ പോക്കറ്റിലും വീട്ടിലും എല്ലായിടത്തും ക്രോമസോമിനായി തിരഞ്ഞെങ്കിലും എവിടെ നിന്നും കിട്ടിയില്ല. വർഷങ്ങൾക്ക് ശേഷം അവൻ വളരുകയും തനിക്കായി മാത്രം പ്രത്യേക ടോയ്ലറ്റുകൾ, പാർക്കിംഗ് സ്ഥലങ്ങൾ എല്ലാം ജനങ്ങൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ അവൻ അതെല്ലാം വളരെ വിചിത്രമായി തോന്നി. ഒരിക്കൽ മറ്റൊരാളുടെ ഷൂലേസുകൾ അഴിഞ്ഞു കിടക്കുന്നത് താൻ കണ്ടെങ്കിലും ആളുകൾ തന്നെ വേറിട്ട് കാണുമോ എന്ന ഭയത്താൽ അവൻ സഹായിക്കാൻ മുതിർന്നില്ല. അന്ന് രാത്രി മാതാപിതാക്കൾ പരസ്പരം സ്നേഹിക്കുന്നത് കണ്ടതും അത് അവനിൽ സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹം വളർത്തി. എന്നാൽ പുറത്തിറങ്ങിയപ്പോൾ പെണ്ണുങ്ങൾ അവനെ കണ്ടതും വാതിലടച്ചു. അവൻ ഒറ്റപ്പെടലിൽ മുങ്ങി. തുടർന്ന് മാതാപിതാക്കൾ അവനെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോയി. താൻ തെറ്റായ ശരീരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും ഒരു ശസ്ത്രക്രിയ വഴി എല്ലാം സാധാരണയാകുമെന്നും അവൻ തിരിച്ചറിഞ്ഞതും അത് ചെയ്യാനായി സമ്മതം മൂളി. ആശുപത്രിയിൽ തന്റെ ഒപ്പം ഒരു പെൺകുട്ടിയെ അവൻ കണ്ടു. അവൾക്കും ഷൂലേസുകൾ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ കണ്ടയുടൻ രണ്ടുപേരും നിശബ്ദരായി നിന്നു. ആദ്യമായി ഈ ലോകത്ത് തന്നെ പോലെ മറ്റൊരാളും ഉണ്ടെന്ന് മനസ്സിലാക്കിയ നിമിഷം. അന്നു മുതൽ ഇരുവരും ഒരുമിച്ച് എല്ലാവരുടെയും ഷൂ കെട്ടിക്കൊടുക്കാൻ ആരംഭിച്ചു. ഒരിക്കൽ ഒരാളുടെ ഷൂവിൽ ടേ പൊട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ രണ്ടുപേർക്കും ഒരേ ആശയം മനസ്സിലുദിച്ചു. അങ്ങനെ അവർ ചേർന്ന് ആർക്കും എളുപ്പത്തിൽ ധരിക്കാവുന്ന ലോകത്തിലെ ആദ്യത്തെ ഷൂ കണ്ടുപിടിച്ചു. ഈ ഷൂ ലോകമെമ്പാടും പ്രശസ്തമാവുകയും എല്ലാവരും അത് വാങ്ങാനും തുടങ്ങി. യഥാർത്ഥത്തിൽ നാം ദുർബലരെന്ന് കരുതുന്നവരാണ് ലോകത്തെ മാറ്റാൻ കഴിയുന്നവർ എന്ന് ലോകം ആ നിമിഷം തിരിച്ചറിഞ്ഞു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.